മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച 3 പേരെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മുണ്ടക്കൈ സ്വദേശികളായ ഫാത്തിമ, നുസ്രത്ത് ബാഷ, ചൂരൽമല സ്വദേശിയായ പാത്തുമ്മ എന്നിവരെയാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കമലാണ് വിവരങ്ങൾ വായിച്ചത്. കമൽ, ഈ പ്രോസസ്സ് എങ്ങനെയാണ്? ഇനിയും ഇങ്ങനെ തുടരുമോ? ഇങ്ങനെ പരിശോധനകളും മറ്റുമൊക്കെ ഇനിയും തുടരുന്നുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? 2 ശരീര അവശിഷ്ടങ്ങളും ഒരു മൃതശരീരവും DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് ഇപ്പോൾ 3 പേരുടെ വിവരങ്ങൾ കൂടി ലഭ്യമായിരിക്കുന്നത്. 47 പേരെയാണ് കണ്ടെത്താൻ ഉണ്ടായിരുന്നത് ദുരന്തത്തിൽ. ഇനിയും അതിൽ 3 പേരെ ആണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇത് നിലമ്പൂർ, പോത്തുകല്ല് മേഖലകളിൽ നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങളും ശരീരവുമൊക്കെ DNA പരിശോധനയിൽ നിന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതിൽ പൂർണ്ണമായും മൃതശരീരം കണ്ടെത്തി DNA പരിശോധനയിൽ നിന്ന് ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരാൾ മുണ്ടക്കൈ സ്വദേശിനി ഫാത്തിമ എന്ന പാത്തുമ്മയാണ്. അവറാൻകുട്ടിയുടെ ഭാര്യയാണ്. കുളത്തിൽ ഹൗസ്, മുണ്ടക്കൈ എന്നാണ് ഇവരുടെ വിലാസം. മറ്റ് 2 ശരീരഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒന്ന് ചൂരൽമല സ്വദേശി മാടമ്പാറ വീട്ടിൽ പാത്തുമ്മ എന്ന ആളുടേതാണ്. അബ്ദുറഹ്മാന്റെ ഭാര്യയാണ്. ഇത് കൂടാതെ നുസ്രത്ത് ഭാഷ, മുണ്ടക്കൈ സ്വദേശിയായ അൻവർ ഭാഷയുടെ മകൻ നുസ്രത്ത് ഭാഷയുടെ ഈ DNA പരിശോധനയിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ 3 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കമലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. കമൽ, ഈ ദുരന്തത്തിന്റെ തലേന്നുമൊക്കെ പോയി മുണ്ടക്കയിൽ പോയി അവിടെ നിന്നുള്ളൊരു പ്രതികരണം അത് ഓർമ്മയുണ്ട് എന്ന് തോന്നുന്നു ഹിമയ്ക്ക്. വീണ്ടും പൊട്ടാനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ പേരിയൻ പക്ഷെ മറന്നു അദ്ദേഹം പറയുന്നുണ്ട് ആ വെള്ളം കുത്തിയൊലിക്കുന്ന ഇടത്ത് എന്ന്. ആ രാത്രി പുലരുമ്പോൾ അദ്ദേഹം അടക്കം ഒലിച്ചുപോയി. നമുക്ക് പ്രതികരണം നിന്ന കമലുമായി സംസാരിച്ച ആളടക്കം ഒലിച്ചുപോയ അതിദാരുണമായ സമാനതകളില്ലാത്തൊരു ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങുന്നതേ ഉള്ളൂ. 1-2 വാർഡൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ആകെ മുറിവേൽപ്പിച്ച വലിയ മഹാദുരന്തമാണ് നമ്മൾ കണ്ടത്.